ലാബോറട്ടറി അറ്റൻഡൻറ്റ് 2024 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് താഴെ തന്നിട്ടുള്ളവയെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. ഫസ്റ്റ് വരുന്നത് ചാന്നാർ കലാപം, രണ്ടാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് കുട്ടംകുളം സമരം, ലാസ്റ്റ് വരുന്നതാണ് പാലിയം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യന് ചേരുംപടി ചേർക്കുക. 1857 കലാപസ്ഥലവും നേതാക്കളുമാണ് ചേരുംപടി ചേർക്കാനാണ്. ഫസ്റ്റ് ബറേലി ഖാൻ ബഹദൂർ ആണ്. ബരഡ് ബർഗാനയിൽ ഷാമലാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ബീഹാറിലെ കൻവർ സിംഗ്, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള, ബരഡ് ബർഗാന ഷാമൽ, ബറേലി ഖാൻ ബഹദൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം 1924. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം 1924. അടുത്ത ക്വസ്റ്റ്യൻ പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സംഭവം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരമാണ് കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഭൂസ്ഥിര ഉപകരണങ്ങളുടെ പ്രത്യേകതകൾ 1ഉം 4ഉമാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. എന്തൊക്കെയാണ്? സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി മാനസ് സുബൻസിരി. ബ്രഹ്മപുത്ര പോഷക നദികളാണ് മാനസ് സുബൻസിരി. ഭവാനിപ്പുഴയെ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ്. അപ്പം ഭവാനിപ്പുഴയിൽ നിന്ന് എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ എവിടാണ്? അട്ടപ്പാടി. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭൂവൻ ഹസാരിക സേതു. ചുഴലിക്കാറ്റുകളും പേരു നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി രശ്മിമാല ശ്രീലങ്ക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കിയ ബ്രഹ്മപുത്രയുടെ പോഷക നദിയെ ശരിയായ ജോഡിയാണ് മാനസ് സുബൻസിരി. ഭവാനിപ്പുഴയെ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭുവൻ ഹസാരിക സേതു. ചുഴലിക്കാറ്റുകൾ പേര് നൽകുന്ന രാജ്യം രശ്മിമാല ശ്രീലങ്കയാണ് പേര് നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നിയമത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം. എന്തൊക്കെയാണ്? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷത ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റമാണ്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം ഇവയെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്നവയാണ്. എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, കർഷകരുടെ കുടിയേറ്റം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഒറീസ. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യ സംസ്ഥാനം ഒറീസ. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രിയാണ് പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്ത്? നിഫ്റ്റി.
അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷത ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റമാണ്. അപ്പോൾ ഉൾപ്പെടുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണമാണ്. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒറീസ. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് നിഫ്റ്റി.